ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ ദാബിൻ. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോബി ആർ സി കാർസിൻ്റെ കടയിലേക്കാണ്. കാറുകൾ മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കാറുണ്ട്, പ്ലെയിനുണ്ട്, ബോട്ടുണ്ട്, ബൈക്കുണ്ട്. പിന്നെ അതുണ്ടെങ്കിൽ നാണ്ടേ ഇതൊക്കെ ആദ്യം കാണുന്ന ഈ നീല വണ്ടിയില്ലേ, അത് പെട്രോൾ കാറാണ്. ഇത് നോർമൽ കാറാണ്, ഈ കാണുന്ന റെഡ്. പക്ഷേ ഈ കാണുന്ന വണ്ടിയും പെട്രോളാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുവൈറ്റിലെ ദജീജ് ലുലുവിൻ്റെ ബാക്കിലായിട്ടാണ്. ഇതാണ് പെട്രോൾ എൻജിൻ കാറിൻ്റെ സൈലൻസറൊക്കെ കണ്ട. പിന്നെ ഇവിടെ നിങ്ങൾ വരണ്ടിയാണ്, നല്ല രസമാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ വണ്ടികളുടെ പാർട്സുകൾ ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ പ്ലെയിനുകളൊക്കെ ഇല്ലേ, പ്ലെയിനൊക്കെ നല്ല വില കൂടിയ പ്ലെയിനുകളാണ്. 500 അടി കൂടുതൽ കാണും ഈ പ്ലെയിനിൻ്റെ വില. പിന്നെ ഈ പ്ലെയിനുകളൊക്കെ തൂക്കിയിട്ട് അവിടെ പ്രേതമുണ്ട്, പ്രേതത്തിനെ തൂക്കിയിട്ടിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ടെന്ന് തന്നെ. ഇതൊക്കെ ബോട്ടുകൾ കുറച്ചുണ്ട്. ഇവിടെ 3-4 കടകളുണ്ട് ഈ ഏരിയ തന്നെ. ഇവിടെ തന്നെ 3-4 കടകളുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് ആദ്യത്തെ ഒരു കടയിലാണ് വന്നത്. ഞാൻ ഈ കാണുന്ന വണ്ടിക്കൊക്കെ 150 ഏടിയാണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെയൊക്കെ ടയറിൻ്റെ സൈസ് നിങ്ങൾ കാണണം. ഇത് 1.6 സ്കെയിലാണ്ടെയാ, 1.6 സ്കെയിലാണ്ടെയാ. ഇതിൻ്റെ സൈസ് കണ്ടോ. പിന്നെ ഇവിടെ കുറച്ച് വണ്ടികളുടെ പാർട്സ് ഇരിപ്പുണ്ട്, വണ്ടികളിരിപ്പുണ്ട്. പിന്നെ ബൈക്ക് എന്ന് പറഞ്ഞില്ലേ, ബൈക്ക് ഇരിപ്പുണ്ട്, ബൈക്കുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് കാറുകളാണ്. അവിടെ ലെഗോയുടെ ഒരു കാർ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ സുസുക്കിയുടെ ചിമ്നിയുടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്. ഇങ്ങനത്തെ ഈ പ്ലെയിൻ്റെയൊക്കെ സൈസ് ഉണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു വലിയ പ്ലെയിനാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ പാർട്സൊന്നുമില്ല. ഇതൊക്കെ മേടിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സിനൊക്കെ കൂടെ നല്ല പൈസയാവും. നിങ്ങൾ വന്നൊന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഒന്ന് കണ്ടാൽ മതി, നല്ല രസമായിരിക്കും. ഇവിടെ ഈ കടയിൽ മൊത്തം പകുതിയും പ്ലെയിനാണ്. ഇനി 2 കടയും കൂടെ ഉണ്ട് കാണാൻ. ഇത് SP ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ നോർമൽ ടോയ്സിനെ കൂട്ടല്ല, ഇത് കുറച്ച് കൂടെ എക്സ്പെൻസീവ് ആണ്. വേറെ എന്തൊക്കെയുണ്ട് ഇതിന്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രാക്സിൻ്റെ ഒന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്ലെയിന് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്ലെയിൻ കളക്ഷൻ. പിന്നെ ഈ ബ്ലൂ പ്ലെയിന്, പിന്നെ ഈ കാണുന്ന ഈ ചെറിയ പ്ലെയിൻ ഉണ്ടോ, ബ്ലൂ കളറിലെ പ്ലെയിൻ അല്ലാതെ ജെറ്റാണ്. പിന്നെ വൈറ്റ് കളറ് ഉണ്ട്. വൈറ്റ് കളറിൽ ഇതിനൊക്കെ ഉണ്ടോ. പിന്നെ അതുകൊണ്ട് അവിടെ വേറെ കളറ് വൈറ്റും റെഡൊക്കെ മിക്സ് ആയിട്ടുള്ള, പിന്നെ കുറേ പ്ലെയിനുകളെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വേറൊരു കടയാണ്, രണ്ടാമത്തെ. ഇതൊരു പെട്രോൾ RC കാറാണ്. ഞങ്ങൾ ഇതിനെ കണ്ടോ, ഇതാണ് ഒരു വലിയ വണ്ടി. ഇതും 1.6 സ്കെയിലൊക്കെ, ഇത് പെട്രോളിൻ്റെ. പിന്നെ ബാക്കിൽ കിടക്കുന്ന
അതേപോലത്തെ ഒരു പെട്രോളിൻ്റെ, പക്ഷേ സൈസ് കുറവാണെന്ന് തോന്നുന്നു. സൈസ് ഏതോ കുറഞ്ഞതായിട്ടുണ്ട്. പിന്നെ ഇതാണ് ബൈക്ക്. ഇതൊരു ചെറിയ കാറാണ്. കാണുന്ന ആ ചെറിയ കാറിൻ്റെ ആയിരുന്നു 25 അടിയാണ്. പിന്നെ ഈ കാണുന്ന വാൻ കണ്ടോ ഫ്രണ്ട്സ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് വാൻ. കാണാൻ നല്ല രസമുണ്ട്. മിനി ട്രക്ക്, ഇതിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത്, ട്രക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ദാണ്ട് ഇവിടെ കുറച്ച് കാർസ് ഉണ്ട്, HBR കാറിൻ്റെ. പിന്നെ ദാണ്ട് ഇതാണ് ഫ്രണ്ട് ബോട്ടുകൾ കണ്ടോ, നല്ല വലിയ ബോട്ടുകളാണ്. വീഡിയോയിൽ കാണുന്ന കൂട്ടല്ല, ബോട്ടുകൾക്കൊക്കെ നല്ല സൈസ് ഉണ്ട്. പിന്നെ ദാണ്ട് ഒരു ഗ്രീൻ കളർ ബോട്ടും കൂടെ ഉണ്ട് കണ്ടോ, ഇതിനൊക്കെ നല്ല സൈസ് ഉണ്ട്. പിന്നെ ദാണ്ട് അപ്പുറത്തൊരു കടയുണ്ട്. അപ്പം ഞങ്ങൾ വേറെ കടയിലേക്ക് വന്നു. ഇവിടെ കണ്ടോ, ഇതാണ് 3D ഹെലികോപ്റ്റർ. പിന്നെ ദാണ്ട് ഇവിടെയാണ് കുറച്ചും കൂടെ കാറുകളുടെ കളക്ഷൻ കൂടുതലുള്ള. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വണ്ടി എന്താണ്ട് ഇവിടെ കുറച്ച് ആ പ്ലെയിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ദാണ്ട് ഇവിടെ ദാണ്ട് ഇങ്ങനത്തെ കുറേ HPI റേസിങ്ങിൻ്റെ കാറുണ്ട്. പിന്നെ ദാണ്ട് അവിടെ എന്തോ ഒരു ട്രക്ക് ഇരിപ്പുണ്ട്. ആ ട്രക്ക് കാണാൻ നല്ല രസമുണ്ട്, ഒരു മഞ്ഞ കളറിലെ. ഇതിൻ്റെയൊക്കെ ഒറിജിനാലിറ്റി നോക്കിയേ, കറക്റ്റ് അതിൻ്റെ ടയറൊക്കെ നോക്കിയേ, വീലൊക്കെ, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുക. പിന്നെ നടീ വണ്ടി ഉണ്ടോ, കുഞ്ഞു വണ്ടിക്ക് ഇത്രയും വലിയ ടയറൊക്കെ ആയിട്ട്. HBR കാർ ഉണ്ട്. ഇതൊക്കെ എന്ത് നല്ല വിലയുള്ള കാറുകളാണ്. ഇത് HBI റേസിങ്ങിൻ്റെ വേറെ കാറ്. ഇത് ഫോർഡിൻ്റെ ബ്രോൺകോ എന്ന് പറയുന്നൊരു വണ്ടിയാണ്. അതിൻ്റെ ഹോബി ഗ്രേഡ് ചെറുത്. ഇവിടേക്ക് ഇതൊക്കെ നല്ല വലിയ പ്ലെയിനുകളൊക്കെയാണ്. ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും വെറുതെ മോഡലിന് വെച്ചിരിക്കുകയെന്ന്. റിയലി അത് പറക്കുന്ന പ്ലെയിനുകളാണ്. പിന്നെ ദാണ്ട് ഇവിടെ ദാണ്ട് ഇങ്ങനത്തെ കുറേ വണ്ടികൾ. ആ പ്ലെയിൻ കണ്ടോ, ആ പ്ലെയിൻ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടേക്കൊന്ന് വന്ന് നോക്കണം, നല്ല സ്ഥലമാണ്. നല്ല കുറേ വണ്ടികളിനൊക്കെ കാണാൻ പറ്റും ഇവിടെ. പിന്നെ വലിയ സൈസിലുള്ള വണ്ടികളുണ്ട്. അതുകൊണ്ട് ഇത് ചെറുതാണ്, ഇത് ചെറിയ സൈസാണ്. ഇതിൻ്റെയൊക്കെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ റിയൽ കാറിൻ്റെ സസ്പെൻഷനില്ലേ, അത് തന്നെയാണ്. അതുകൊണ്ടപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ കാറിൻ്റെ സസ്പെൻഷൻ കണ്ടോ, റിയൽ കാറിൻ്റെ സസ്പെൻഷൻ കൂട്ടാനാണ്. ഇതൊക്കെ വലിയ സൈസാണ്. പക്ഷേ ഇതിൻ്റെ നടുക്കിടക്കുന്ന വണ്ടിയുടെ സൈസ് നോക്കിയേ, ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ നോക്കുക, ഈ വണ്ടി ഞങ്ങൾക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന സൈസ് ഉണ്ടല്ലോ. പിന്നെ അതാണ്ട് ഇതിൻ്റെയൊക്കെ സസ്പെൻഷൻ കണ്ടോ, നല്ല വലിയ സസ്പെൻഷനാണ്, നല്ല വലുത് റിയൽ കാറിൻ്റെ സസ്പെൻഷനാണ്. ഇതാണ് FJ ക്രൂസർ ടൊയോട്ടയുടെ. ഇതൊക്കെ ഒറിജിനൽ ഫീലുണ്ട്. പിന്നെ ആ കാണുന്ന വണ്ടികളിലേക്കില്ല, ആ കാണുന്ന ആ 2 വണ്ടിയും പെട്രോളുമാണ്. പിന്നെ ഇതാണ് പുതിയതായിട്ട് ഇറങ്ങിയ ലൂസി ബ്രാൻഡിൻ്റെ ബൈക്ക്. പിന്നെ ഞാനപ്പോൾ അങ്ങനെ ഒരു ചെറിയ RC കാർ എടുത്തൊന്ന് ഓടിച്ചു നോക്കി. ഒന്നും പറയാനില്ല കേസ്, ഭയങ്കര പവറാണ്. നല്ല പവർ കൂടിയ സാധനമാണ് ഈ കാണുന്ന ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. വീഡിയോ അപ്പം ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. വെയിറ്റ് കുറച്ച് നേരം. ഇത് ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷേ ലാസ്റ്റ് കാണിച്ച കടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ സെക്കൻഡ് വന്ന കടയിലേ ഓടിച്ചു വെക്കാനൊക്കെ പറ്റൂ. അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ബൈ.